next is Java AWT list ആണ്. നമ്മളിതുവരെ ബാക്കിയുള്ള ടെക്സ്റ്റ് ഏരിയ വരെ പറഞ്ഞു. ഇനി ലിസ്റ്റിന് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കമ്പോണൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനാണ്. കാരണം കമ്പോണൻ്റ് ആണ്. ലിസ്റ്റ് ഈസ് വൺ ഓഫ് ദി കമ്പോണൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കമ്പോണൻറ്റ്സ് ബട്ടൺ, ടെക്സ്റ്റ് ഏരിയ, ചോയ്സ് ബോക്സ്, ചെക്ക് ബോക്സ് പോലത്തെ ഉള്ള കമ്പോണൻറ്റ്സ് ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു കമ്പോണൻ്റ് ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ലിസ്റ്റ് എന്ന് പറയുന്ന അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കമ്പോണൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കാരണം ലിസ്റ്റിൽ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യാന്ന് പറയുമ്പം അവിടെ ഒരു ഇവൻ്റ് ആണ് ജനറേറ്റ് ആവുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. സോ അവിടെ നമ്മളുടെ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ രണ്ട് ഇൻ്റർഫേസസ് ഉണ്ട്. ഒന്ന് ഐറ്റം സെലക്റ്റബിളും ഒന്ന് ആക്സസിബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസും. ഓക്കെ, ദെൻ അതെങ്ങനെയാണ് ഒരു ജാവ പ്രോഗ്രാമിൽ നമ്മൾ കൊണ്ടുവന്നത് നോക്കാം. ലിസ്റ്റിന് നമ്മൾ L1 എന്ന് പറഞ്ഞ പേര് വെച്ചിട്ട് ലിസ്റ്റ് നമ്മളിത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കുന്നത്. സോ ഫ്രെയിം എന്ന് പറയുന്ന ക്ലാസ്സിനെല്ലാം java.awt.star എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിലുള്ള ഒരു ക്ലാസ് ആണ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമുക്ക് ലിസ്റ്റിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫ്രെയിമിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് ഓൾസോ ലിസ്റ്റ് എന്ന് പറയുന്ന കമ്പോണൻറ്റിന് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് L1. ലിസ്റ്റ് L1 ഈക്വൽ ടു ന്യൂ ലിസ്റ്റ് 5. 5 മീൻസ് നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര ഐറ്റംസ് അതിലുണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ എന്നിട്ട് ഈ L1 എന്ന് പറയുന്ന ആ ലിസ്റ്റിന് നമ്മൾ എന്താണ് പൊസിഷൻ സെറ്റ് ചെയ്യാണ്. അതിനെയാണ് സെറ്റ് ബൗൺസ് എന്ന് പറഞ്ഞിട്ട് അതിന് പാരാമീറ്റേഴ്സ് കൊടുത്തു. ഓക്കെ, ദെൻ L1 എന്ന് പറയുന്ന ഓരോ ലിസ്റ്റിലെയും L1 ഡോട്ട് ആഡിലേക്ക് നമ്മൾ എത്രണ്ണം കൊടുക്കണം? 5 ഐറ്റംസ് കൊടുക്കണം. 5 ഐറ്റത്തിൻ്റെ ലേബലാണ് എന്ത്? ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3, ഐറ്റം 5 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എന്തിലേക്ക്? ഫ്രെയിം എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക്. ഓക്കെ, L1നെ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? L1നെ ഐറ്റം L1 എന്ന് പറയുന്നതിലേക്ക്, L1 എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക്, L1 എന്ന് പറയുന്നത് ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ്. L1 എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ലിസ്റ്റിലേക്ക് ഐറ്റത്തിന് അല്ലെങ്കിൽ ആഡ് ചെയ്യുക. എന്തിനാ? ഇത്രയും ഐറ്റംസിനെ നമ്മൾ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഫ്രെയിമിലേക്ക് നമ്മൾ ലിസ്റ്റിന് ആഡ് ചെയ്യുക. ആദ്യം ലിസ്റ്റിലേക്ക് ഐറ്റംസിന് ആഡ് ചെയ്തു, എന്നിട്ട് ലിസ്റ്റിനെ നമ്മൾ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്തു. അതാണ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് f.add L1. L1 ഈസ് നത്തിങ് ബട്ട് ദ ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ദെൻ നമ്മൾ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക. ദെൻ ലേഔട്ട്, വിസിബിലിറ്റി ഒക്കെ ഇതിന് മുന്നേ ചെയ്ത പോലെ തന്നെ ചെയ്യുക. സോ ദിസ് ഈസ് ഇങ്ങനെയാണ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്, ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അതൊരു ആക്ഷൻ ലിസണർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ലിസ്റ്റിൽ നമ്മളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്. അതായത് രണ്ട് ലിസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ലിസ്റ്റുകളുടെ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ബട്ടൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പിന്നെ ഇവിടെ ഒരു എന്താണ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ആയിട്ടുള്ളത് എന്താണ്? പ്രോഗ്രാം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നമ്മളൊരു സെലക്ട് ആയി കാണുന്നത് ജാവ എന്ന് പറയുന്നതാണ് ലിസ്റ്റ് 1ൽ നിന്ന്. ഓക്കെ, ഫ്രെയിം വർക്ക് സെലക്ടഡ് എന്ന് കാണിക്കുന്നത് സ്പ്രിംഗ് ഹൈബർനേറ്റ്. അപ്പോൾ രണ്ട് ഫ്രെയിം വർക്കുകളാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്പ്രിംഗ് ഹൈബർനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെലക്ട് ചെയ്ത ഫ്രെയിം വർക്കിനെയും സെലക്റ്റഡ് പ്രോഗ്രാം ലാംഗ്വേജിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാമാണത്. ആദ്യം നമ്മൾ ഫ്രെയിമിനെ സെറ്റ് ചെയ്തു. ഇതാണ് ഫ്രെയിമിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓൾസോ ലേബൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ലേബൽ എന്താണ്? ലേബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന ലേബൽസ് തന്നെയാണ്. അപ്പോൾ ലേബൽ എന്ന് പറയുന്നതിന് നമ്മൾ ലേബൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ആ ലേബലിനെ എന്ത് ചെയ്യണം? ഒരു സെൻറ്ററിൽ ലേബൽ ഡോട്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ലേബലിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണം. അതാണ് ലേബൽ ഡോട്ട് സെൻറ്റർ എന്ന് വിളിച്ചിട്ട്. ലേബൽ ഈസ് നത്തിങ് ബട്ട് എന്താണ്? ലേബൽ എന്ന് പറയുന്നത് എവിടെയാണ് അലൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് സെറ്റ് അലൈൻമെൻറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ലേബലിനെ നമ്മൾ സൈസ് സെറ്റ് ചെയ്തു. എവിടെയാണ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും എവിടെ ആയിരിക്കണം ആ ലേബൽ വരേണ്ടത് എന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ ആ ബട്ടൺ കൊടുത്തു. എന്താണ്? ഷോ എന്ന് പറയുന്ന ഒരു ബട്ടണാണ് കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ ഷോ എന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കൂ. ആ ബട്ടൺ ഒരു പൊസിഷൻ സെറ്റ് ചെയ്തു. അതാണിത്. ദെൻ ലിസ്റ്റുകൾ രണ്ട് ലിസ്റ്റ് ഉണ്ട്. ഒരു ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് L1, രണ്ടാമത്തെ ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് L2. ഓക്കെ, L2ൻ്റെയും L1ൻ്റെയും പൊസിഷൻ സെറ്റ് ചെയ്യുക. അതാണ് സെറ്റ് ബൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓരോ L1ലേക്കും എന്താണ് അതിൻ്റെ ലേബലിൽ അല്ലെങ്കിൽ ഐറ്റം എന്താ കൊടുക്കേണ്ടത്, ഐറ്റം നെയിം എന്താണെന്നുള്ളതാണ് നമ്മൾ ആഡിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്. ഇവിടെ L1 എന്ന് പറയുന്ന ലിസ്റ്റിൽ C++, ജാവ, PHP എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. L2 എന്ന് പറയുന്ന ലിസ്റ്റിൽ ടർബോ, C++, സ്പ്രിംഗ്, ഹൈബർനേറ്റ്, കോഡ് ഇഗ്നൈറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും ലിസ്റ്റിനെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ലിസ്റ്റിലേക്ക് ഐറ്റത്തിന് ആഡ് ചെയ്തു. അതാണ് ഡോട്ട് ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ലിസ്റ്റുകളെ രണ്ട് ലിസ്റ്റുകളെയും എന്തിലേക്ക് ആഡ് ചെയ്യണം? ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യണം. അതാണിത് f.add L1, f.add L2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. പിന്നെ ലേബലിനെയും f.add എന്ന് പറയുന്ന ലേബലും നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓൾസോ ബട്ടനെയും ആഡ് ചെയ്യണം.
പിന്നെ സൈസ് ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്യാണ്, നള്ള് വിസിബിലിറ്റി സെറ്റ് ചെയ്യാണ്, ലേഔട്ട് ഒക്കെ സെറ്റ് ചെയ്യാണ്. ദെൻ അവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് L1 എന്ന് പറയുന്ന ലിസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഗെറ്റ് ഐറ്റത്തിനെയാണ് L1.get selected index എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്താവും, ഇവിടെ പ്രോഗ്രാം ലാംഗ്വേജ് സെലക്റ്റഡ് എന്ന് പറയുന്നത് ജാവ എന്ന് പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, ഈ ജാവ എന്ന് പറയുന്നത് L1 എന്ന് പറയുന്ന ലിസ്റ്റിലെ ഒരു ഐറ്റമാണ്, അതിനെ സെലക്ട് ചെയ്യുന്ന ഒരു കോഡാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെയും. സോ ദിസ് ഇസ് ദ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദി ജാവ AWT ലിസ്റ്റ് വിത്ത് ആക്ഷൻ ലിസണർ. ദെൻ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, മെനു ഐറ്റമും മെനു എന്താണ് മെനുവും മെനു ഐറ്റം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മെനു എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, മെനു ഐറ്റം എക്സ്റ്റെൻസ് ചെയ്യുന്നത് മെനു എന്ന് പറയുന്ന കമ്പോണൻറ്റിനെയാണ്. ഓക്കെ, മെനു ഐറ്റത്തിനെയാണ് കേട്ടോ, മെനുവിൽ ഒരു ഐറ്റത്തിനെയും. അപ്പോൾ അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആക്സസിബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസ് വെച്ചിട്ടാണ്. അപ്പോൾ രണ്ട് രീതിയിൽ മെനു ഐറ്റം പറയാം, മെനു ഐറ്റം ഉണ്ട്, മെനു ഉണ്ട്. ഓക്കെ, ആദ്യം മെനു, കാരണം മെനുവിലാണ് ഒരുപാട് മെനു കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓൾസോ ആക്സസിബിൾ എന്ന് പറയുന്നതിനെയും. ഓക്കെ, മെനു മാത്രമാണെന്നുണ്ടെങ്കിൽ, മെനു ഐറ്റം അല്ലെങ്കിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ആക്സസിബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസ് വെച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്താൽ മതി. അതൊരു പ്രോഗ്രാം വൈസ് എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് ഇതാണ് നമ്മളുടെ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മെനു വേണം, അതിൽ കുറച്ച് ഐറ്റംസിനെ നമ്മൾ ആഡ് ചെയ്യണം. ഓൾസോ അതിനൊരു സബ് മെനു വേണം, അതിൽ 2 ഐറ്റംസിനെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ബേസിസിലുള്ള ഒരു പ്രോഗ്രാം. ആദ്യം നമ്മൾ ഫ്രെയിം എന്ന് പറയുന്ന, അതായത് ഫ്രെയിം എന്ന് പറയുന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കി, അതിന് എക്സാമ്പിൾ പേര് കൊടുത്തു, മെനു ആൻഡ് മെനു ഐറ്റം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മെനു ബാറിന് മെനു ബാർ എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ആ മെനു ബാർ എന്താണ്, മെനു ബാറിന് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഓൾസോ മെനു എന്ന് പറയുന്നതിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. മെനു ബാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ബാറിനെയാണ്, മെനു എന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ബാറാണെയാണ് നമ്മൾ മെനു എന്ന് പറയുന്നത്, മെനു ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെനു എന്ന് പറയുന്ന ക്ലാസ്സിന് അല്ലെങ്കിൽ കമ്പോണന്റ് നമ്മൾ ഉണ്ടാക്കിയ ഒബ്ജക്റ്റിൻ്റെ പേരാണ് മെനു, സ്മോൾ ലെറ്റർ മെനു എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഓൾസോ നമ്മൾ എന്താണ്, മെനുവിന് സബ് മെനു എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റിനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ സബ് മെനുവിൻ്റെ ഉള്ളിൽ. അപ്പം 2 ഒബ്ജക്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് മെനുവും ഒന്ന് സബ് മെനുവും. ഓക്കെ, മെനു എന്ന് പറയുന്ന കമ്പോണന്റിന് 2 ഒബ്ജക്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് എന്ന് പറയുന്നത് മെനു എന്ന് പറയുന്നത്, രണ്ടാമത്തത് സബ് മെനു എന്ന് പറയുന്നത്. മെനു ബാറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് MB എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ MB എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ മെനു ഐറ്റത്തിനെയും നമുക്ക് എന്ത് ചെയ്യണം, I1 I2 I3 എന്ന് പറയുന്ന ഓരോ മെനു ഐറ്റത്തിന് നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, മെനു ഐറ്റം I1 I2 I3. അപ്പം മെനു ഉണ്ടാക്കി, മെനു ബാർ ഉണ്ടാക്കി, ദെൻ മെനു ഐറ്റം എന്ന് പറയുന്നതിനും ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ആ മെനു ഐറ്റത്തിൻ്റെ ഒക്കെ പേരാണ് Item 1 Item 2 Item 3 Item 4. അപ്പോൾ ഇവിടെ എത്ര ഒബ്ജക്ട്സ് ഉണ്ടാക്കി, നമ്മൾ ഫ്രെയിമിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, മെനു ബാറിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, മെനുവിന് 2 ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കി, മെനുവിന് മെനു ആയിട്ടൊന്നും സബ് മെനു ആയിട്ടൊന്നും 2 ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കി, മെനു ഐറ്റത്തിന് നമ്മളൊരു 5 ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കി. ഇതിൽ നിന്നിട്ട് ഓരോന്നിനെയും ആദ്യം നമ്മൾ menu.add I2, menu.add I3 എന്ന് പറഞ്ഞിട്ട് എല്ലാ മെനുവിലേക്കും അതിൻ്റെ ഐറ്റത്തിൻ്റെ പേര് Item 1 Item 2 Item 3 എന്ന് പറഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്യുക. എന്തിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്, മെനുവിലേക്ക്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, menu.add 1 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സബ് മെനുവിലേക്ക് നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്, സബ് മെനുവിലേക്ക് I4ഉം I5ഉം സബ് മെനു കൊടുത്തിരിക്കുന്നു. അപ്പോൾ സബ് മെനുവിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് .add എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ സബ് മെനുവിനെ മെനുവിലേക്ക് ആഡ് ചെയ്യണം. വേണ്ടേ, ഈ സബ് മെനു എന്ന് പറയുന്നത് സബായിട്ട് വരുന്നതിനാണ്, അതിനെ നമുക്ക് മെയിൻ മെനുവിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് menu.add സബ് മെനു എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, ഈ മെനു ബാറിലേക്ക് നമുക്ക് മെനുവിനെ ആഡ് ചെയ്യണം. അപ്പോൾ മെനു ബാറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരെന്താണ്, സ്മോൾ ലെറ്റർ MB. അപ്പോൾ MB.add മെനു എന്ന് പറഞ്ഞിട്ട്, മെനു എന്ന് പറയുന്നതിന് മെനു ബാറിലേക്ക് ആഡ് ചെയ്യണം. സോ പിന്നെന്താണ്, അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് മെനു ബാറിലേക്ക് മെനു കിട്ടി, സബ് മെനു എന്ന് പറയുന്നതിനെ മെനുവിലേക്ക് ആഡ് ചെയ്തു, മെനു എന്ന് പറയുന്നതിലേക്ക് ഡിഫറെൻറ്റ് ഐറ്റംസ് ആഡ് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, ഫ്രെയിമിനെ സെറ്റ് ഔട്ട് ചെയ്യുക. ഫ്രെയിമിൻ്റെ മെനു ബാർ ഫ്രെയിമിലേക്ക് ആദ്യം നമ്മൾ മെനു ബാറിനെ എന്ത് ചെയ്യണം, മെനു ബാറിലാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ മെനു ബാറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ F.set മെനു ബാർ എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക, ഫ്രെയിമിൻ്റെ ലേഔട്ട്, ഫ്രെയിമിൻ്റെ വിസിബിലിറ്റി. ഓക്കെ, this is how we add a menu and submenus and a menu bar in a frame. Okay, then next is scroll bar എന്ന് പറയുമ്പോൾ എന്താണ്,
ഒബ്ജക്റ്റ് സ്ക്രോൾ ബാർ എന്ന് പറയുന്ന ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന അതായത് കമ്പോണൻ്റ് ആണ്. ആ കമ്പോണൻറ്റുള്ള ഒരു ക്ലാസ്സാണ് സ്ക്രോൾ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒന്ന് അഡ്ജസ്റ്റബിളും ആണ്, ഒന്ന് ആക്സസിബിൾ ആണ്. കാരണം അഡ്ജസ്റ്റബിൾ ആണ്, നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്ന ഇവൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻ്റർഫേസിൻ്റെ അല്ലെങ്കിൽ ലിസണറിൻ്റെ പേരാണ് അഡ്ജസ്റ്റബിൾ എന്ന് പറയുന്നത്. ജാവ AWT സ്ക്രോൾ ബാർ എക്സാമ്പിൾ എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു സ്ക്രോൾ ബാറിന് ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഫ്രെയിമിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കി, സ്ക്രോൾ ബാറിന് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ എസ്. എന്നിട്ട് ആ സ്ക്രോൾ ബാറിന് നമ്മളൊരു പൊസിഷൻ സെറ്റ് ചെയ്തു ഫ്രെയിമിൻ്റെ ഉള്ളിൽ, ദാറ്റ് ഈസ് സെറ്റ് ബൗൺസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഫ്രെയിമിലേക്ക് നമ്മൾ സ്ക്രോൾ ബാറിന് ആഡ് ചെയ്യുക. അതാണ് f.add സ്മോൾ ലെറ്റർ എസ്. സ്മോൾ ലെറ്റർ എസ് ഈസ് നത്തിങ് ബട്ട് സ്ക്രോൾ ബാറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ്. ദെൻ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക, ലേഔട്ട്, വിസിബിലിറ്റി ഒക്കെ സെറ്റ് ചെയ്യുക. ദിസ് ഈസ് ഹൗ ഫ്രെയിം വിത്ത് എ സ്ക്രോൾ ബാർ ലുക്സ് ലൈക്ക്. ഓക്കെ, ദെൻ അതിന് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലിസണർ, കാരണം സ്ക്രോൾ ബാർ ആണ്, അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ലിസണർ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ലിസണർ ആണ്. കാരണം പേരിൽ തന്നെ ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. സ്ക്രോൾ ബാർ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് എ നെയിം ബിക്കംസ് ലൈക്ക് ദിസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ലിസണർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കോഡ് വരുന്നത് ഇവിടെയാണ്. ആഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ലിസണർ, ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലിസണർ എന്ന് പറയുന്ന മെത്തേഡിനെ വിളിക്കുക. ഓക്കെ, ദെൻ എന്താണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ആയിരിക്കുന്ന വെർട്ടിക്കൽ സ്ക്രോൾ ബാർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു 38 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അവിടെ ഒരു ലേബൽ നമ്മൾ സെറ്റ് ചെയ്യുക. ആ ലേബലിലേക്ക് s.get വാല്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, s.get വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം എവിടെയാണോ സ്ക്രോൾ ബാർ എടുക്കുന്നത് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് ആ വാല്യൂ ആണ് നമ്മൾ ആ ഒരു ലേബലിൽ പ്രിൻ്റ് ആവുന്നത്. ദാറ്റ് ഈസ് ഹിയർ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ വാല്യൂസ് 38 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഡയലോഗ് ബോക്സ്. എന്താണ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട്? ജസ്റ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താണ് ടോപ്പ് ലെവൽ വിൻഡോ എന്ന് പറയുന്നതാണ്. അതിനൊരു ഒരു ബോർഡറും ഒരു ടൈറ്റിലും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനൊരു എന്തുണ്ടായിരിക്കില്ല, മിനിമൈസ് മാക്സിമൈസ് ചെയ്യാനുള്ള ബട്ടൺസ് ഒന്നുമില്ല. അതായത് വിൻഡോൻ്റെ ഒരു സബ്ബായിട്ടാണ് നമ്മളുടെ ഡയലോഗിനെ നമ്മൾ പറയുന്നത്. സോറി, ഫ്രെയിമിൻ്റെ ഒരു സബ്ബായിട്ട്. അതായത് ഫ്രെയിമിനെ പോലെ നമുക്ക് മിനിമൈസ് മാക്സിമൈസ് ചെയ്യാൻ ബട്ടൺസ് ഉണ്ടായിരിക്കില്ല. ബട്ട് എന്തുണ്ടായിരിക്കും, അതിനൊരു ഒരു ഇൻപുട്ട്, ഒരു ടൈറ്റിലും ഒരു ബോർഡറും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് വിൻഡോയും ഫ്രെയിമും ഡയലോഗും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഫ്രെയിമും ഡയലോഗും രണ്ടും വിൻഡോ എന്ന് പറയുന്നതിനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിൻഡോ എന്ന് പറയുന്നതിൽ നിന്നാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഫ്രെയിമിൻ്റെ ഒരു സബ്ബായിട്ടാണ് നമ്മൾ ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഡയലോഗ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ അത് ജസ്റ്റ് അതിൻ്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഡയലോഗ് എക്സ്റ്റെൻസ് ചെയ്യുന്നു വിൻഡോ എന്ന് പറയുന്ന ക്ലാസ്സിന്. ദെൻ അടുത്തത് എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത്? ആദ്യം നമ്മൾ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഇതെടുക്കുകയാണ്. അതായത് ഡയലോഗ് എന്ന് പറയുന്നതിന് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ദെൻ ഡയലോഗ് എക്സാമ്പിൾ എന്ന് പറയുന്ന ഈ ക്ലാസ്സിന് നമ്മളൊരു കൺസ്ട്രക്ടറിനെ ബിൽഡ് ചെയ്തു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. ദെൻ ഫ്രെയിമിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ആ ഒബ്ജക്റ്റ് നമ്മളുടെ ഡയലോഗ് എന്ന് പറയുന്ന ക്ലാസ് കമ്പോണൻറ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് സ്മോൾ ലെറ്റർ ഡി. ദാറ്റ് സ്മോൾ ലെറ്റർ ഡി ഈസ് ഈക്വൽ ടു അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെയാണ്. ഈസ് ഈക്വൽ ടു ന്യൂ ഡയലോഗ് എഫ് ഡയലോഗ് എക്സാമ്പിൾ ട്രൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ എന്താണ് ഡയലോഗ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ്. ഇവിടെ കണ്ടില്ലേ നമ്മളെ ഈ ഒരു ഇതിൻ്റെ പേര് ഡയലോഗ് എക്സാമ്പിൾ എന്നാണ്. അപ്പോൾ അതാണ് ആ ഡയലോഗ് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, ട്രൂ എന്ന് പറഞ്ഞിട്ട്, അതായത് വിസിബിൾ ആവണം. ദെൻ ആ ഒരു ഡയലോഗിൻ്റെ ലേഔട്ട് സെറ്റ് ചെയ്യാം. ന്യൂ ഫ്ലോ ലേഔട്ട് എന്ന് പറയുന്ന ഒരു ലേഔട്ട്, അതായത് ലേഔട്ട് മാനേജർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒരു ഇതാണ് ന്യൂ ഫ്ലോ ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു ക്ലാസ് ആണ്, ആ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ന്യൂ ഫ്ലോ ലേഔട്ട് എന്ന് പറയുന്നതിനെ വിളിക്കണം. അതായത് ഡയലോഗിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബട്ടൺ കൊടുത്തു. ആ ബട്ടൺ ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബട്ടൺ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ബട്ടൺ എന്തായാലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്യും. സോ വി നീഡ് ടു പ്രോസസ് ദാറ്റ് ഇവൻറ്റ്. സോ വി ഹാവ് ആഡഡ് ദാറ്റ് ആക്ഷൻ ലിസണർ ദർ. ഓക്കെ, രജിസ്റ്റർ ഫോർ ആൻ ആക്ഷൻ ലിസണർ. ദെൻ ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് അവിടെ ജനറേറ്റ് ആവും. ദെൻ എന്താണ് അവിടെ ആക്ഷൻ? അപ്പം ഡയലോഗ് എക്സാമ്പിൾ ഡോട്ട് സെറ്റ് വിസിബിൾ ഫാൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ദെൻ എന്താണ് നമ്മളുടെ സെറ്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓക്കെ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ബട്ടൺ ടു കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് നമ്മളവിടെ എന്തായിട്ടുള്ളത്, പ്രിൻ്റ് ആയിട്ടുള്ളത്.
ഓക്കെ, അതിന് നമ്മൾ എന്താണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ ലേബലാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം ന്യൂ ലേബൽ എന്ന് പറയുന്നത്. അപ്പോൾ ലേബൽ എന്ന് പറയുന്നതിന് ആ ഒരു ഒബ്ജക്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്ന java.event എന്ന് പറയുന്ന പാക്കേജിലുള്ള ലേബലിന് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിനെ ക്ലിക്ക് ബട്ടൺ ടു കണ്ടിന്യൂ എന്നാണ് ലേബലിന് കൊടുക്കേണ്ടത്. ദെൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ബട്ടൺ ആഡ് ചെയ്യുക ഡയലോഗിലേക്ക്. എന്താണ്, ഡയലോഗ് ബോക്സിലേക്കാണ് നമ്മൾ ബട്ടൺ ആഡ് ചെയ്യുന്നത്. ദെൻ എന്താണ്, ഡയലോഗിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക. ദെൻ ഓൾസോ വിസിബിലിറ്റി സെറ്റ് ചെയ്യുക. ദെൻ ഇതാണ് ഒരു ഡയലോഗിൻ്റെ. അപ്പോൾ ഡയലോഗും ഫ്രെയിമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അതിൻ്റെ ഒരു ഫ്ലോ ലേഔട്ടിനെ സെറ്റ് ചെയ്യണം. കാരണം അതിനൊരു മിനിമൈസ് മാക്സിമൈസ് ബാർ ഒന്നും ഉണ്ടായിരിക്കില്ല. ദെൻ എന്താണ്, പിന്നെ വിൻഡോ എന്ന് പറയുന്ന ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡയലോഗ് എടുക്കുന്നത്. ഓൾസോ ഫ്രെയിമിലേക്കും വിൻഡോ എന്ന് പറയുന്ന ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നു. ദെൻ അതിലുള്ളത് നമ്മളെന്താണ്, നമ്മളൊരു ആക്ഷൻ അതിനെങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്, ആക്ഷൻ ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കോഡുണ്ട്. സോ ദിസ് ഈസ് ഹൗ എ ഡയലോഗ് എക്സാമ്പിൾ ലുക്സ് ലൈക്ക്. ദെൻ മൗസ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ മൗസ് ലിസണർ എന്ന് പറയുന്നത് നമ്മളൊരു മൗസിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൗസിൽ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ലിസണറിലേക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത്. അതാണ് മൗസ് ലിസണർ എന്ന് പറയുന്നത്. ഓക്കെ, മൗസ് ഇവൻറ്റ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ മൗസിൻ്റെ കാര്യത്തിലാണ് നമുക്ക് 5 മെത്തേഡുകളുണ്ട് മൗസിന്. ഓക്കെ, ഈ 5 മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് മൗസ് ക്ലിക്കഡ്, മൗസ് എൻറ്റേഡ്, മൗസ് എക്സിറ്റഡ്, മൗസ് പ്രസ്ഡ്, മൗസ് റിലീസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതെല്ലാം മൗസ് ഇവൻറ്റ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ജനറേറ്റ് ആകുമ്പോൾ നമ്മൾ പിന്നെ പെർഫോം ചെയ്യുന്ന ലിസണറിലുള്ള മെത്തേഡുകളുടെ പേരാണ്. ഓക്കെ, അപ്പം നമ്മളൊരു മൗസ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ മൗസ് ആക്ഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു എങ്ങനെയാണ് ഒരു എന്താ പറയുന്നത്, മൗസ് ക്ലിക്കഡ് അല്ലെങ്കിൽ മൗസ് എൻറ്റേഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഡിസ്പ്ലേ ആവണം എന്നുണ്ടെങ്കിൽ അതിന് എന്താണ്, നമ്മൾ ഏതൊക്കെയാണോ മൗസിൻ്റെ മെത്തേഡ്സ് മൗസിൻ്റെ ലിസണറിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർഫേസിലേക്ക് ആഡ് ചെയ്യേണ്ട മെത്തേഡ്സ്, ആ മെത്തേഡ്സിനെ എല്ലാം വിളിക്കുക. ഓക്കെ, എന്താണ് ലേബൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്തു, ആഡ് മൗസ് ലിസണർ എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ചെയ്തു. മൗസിൻ്റെ ആക്ഷൻ ആണ് അല്ലെങ്കിൽ മൗസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആണ്. സോ ആഡ് ചെയ്തു, ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ലേബൽ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ലേബലിൽ നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം, ലേബലാണ് സെറ്റ് ചെയ്യേണ്ടത്. ലേബലിൽ നമ്മൾ എന്ത് ആക്ഷൻ ആണോ അവിടെ ജനറേറ്റ് ആയത്, മൗസിൻ്റെ എന്ത് ആക്ഷൻ ആണോ ആ ആക്ഷൻ ആണ് ഇവിടെ മൗസ് എൻറ്റേഡ് അല്ലെങ്കിൽ മൗസ് എക്സിറ്റഡ് അല്ലെങ്കിൽ മൗസ് പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റർ ആവും. ഓക്കെ, അല്ലെങ്കിൽ ലേബലിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേബൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലേബലിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ദെൻ നമ്മളിവിടെ എന്താണ്, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മൗസ് ക്ലിക്ക്ഡ് ഉണ്ട്. അപ്പം L.set ടെക്സ്റ്റിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ എന്ത് വരും, L.set ടെക്സ്റ്റ് എന്ന് വരുന്നു. ഓക്കെ, മൗസ് ലിസണർ ഇൻ്റർഫേസിൽ എന്ത് വരും, മൗസ് എൻറ്റേഡ് ആണെങ്കിൽ എൻറ്റേഡ് എന്ന് പറഞ്ഞിട്ട് L എന്ന് പറയുന്നത് ടെക്സ്റ്റ് ലേബലാണ്. അപ്പോൾ ലേബൽ.ടെക്സ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണോ ആ മൗസിൻ്റെ ആക്ഷൻസ് അതെല്ലാം പെർഫോം ചെയ്യുന്നതാണ് മൗസ് എൻറ്റേഡ്, മൗസ് എക്സിറ്റഡ്, പ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്രയും എക്സാമ്പിൾ. ദിസ് ഇസ് ഹൗ എ മൗസ് ലിസണർ ഇൻ്റർഫേസ് ലുക്സ് ലൈക്ക്. ദെൻ നമുക്കുള്ളത് വിൻഡോ ആണ്. വിൻഡോനെ ക്ലോസിങ്ങും എങ്ങനെയൊക്കെയാണ് വിൻഡോനെ ക്ലോസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എങ്ങനെയൊക്കെ കോൾ ചെയ്യാം. ഡിസ്പോസ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ system.exit എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യാം. അപ്പോൾ വിൻഡോ ക്ലോസിംഗ് എന്ന് പറയുന്ന ഈ മെത്തേഡിനൊക്കെ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, ഓൾസോ നമ്മൾ എങ്ങനെയാണ് വിൻഡോ ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തിട്ടാണ്, ഒന്നല്ലെങ്കിൽ നമുക്ക് വിൻഡോ അഡാപ്റ്റഡ് ക്ലാസ്സിന് യൂസ് ചെയ്യാം. അഡാപ്റ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് മാത്രമാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡിനെ മാത്രം നമ്മൾ പ്രോസസ്സ് ചെയ്താൽ മതി. ബാക്കിയുള്ള മെത്തേഡ്സിനെ എല്ലാം അഡാപ്റ്റഡ് ക്ലാസ് ഡിഫോൾട്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡാപ്റ്റഡ് ക്ലാസ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിൻഡോ അഡാപ്റ്റഡ് ക്ലാസ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്, ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഓവർറൈഡ് വിൻഡോ ക്ലോസിംഗ് മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യാൻ 3 മെത്തേഡുകളുണ്ട്. ബൈ അനോണിമസ് ക്ലാസ്, വിൻഡോ അഡാപ്റ്റഡ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിൻഡോ ലിസണർ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, നമുക്കതൊരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മൾ ആ വിൻഡോന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിൻഡോ ഇവൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിനെയാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഇവൻറ്റ് ഏതാണെന്ന് പെർട്ടിക്കുലർ കൊടുത്തിട്ടുണ്ട്. വിൻഡോ ലിസണർ എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രെയിം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിന് നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വിൻഡോ എക്സാമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അതാണ് വിൻഡോ ലിസണർ ന്യൂ വിൻഡോ അഡാപ്റ്റഡ് ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്.
ദെൻ വിൻഡോ ക്ലോസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു AWT വിൻഡോനെ ക്ലോസ് ചെയ്യുന്നത്. സോ വിൻഡോ ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ അവിടെ വിളിച്ചു. അതിൽ പാസ് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് വിൻഡോ ഇവൻറ്റിനെ എന്ന് പറയുന്നത്. സോ അതും ഒരു ഇവൻ്റാണ്. നമ്മൾ ക്ലോസ് ചെയ്യുക, അതിനെ മിനിമൈസ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഇവൻ്റാണ്. അപ്പോൾ ആ ഇവൻറ്റിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സോ ആ ഇവൻ്റ് ആയിരിക്കണം നമ്മൾ ലിസണർ സൈഡിൽ നമ്മളിവിടെ പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡോ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ്, എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. സോ ഇങ്ങനെ വിളിച്ചാലാണ് നമ്മൾ ആ ഒരു വിൻഡോ എന്താവും, വിൻഡോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ലിസണറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സോ ഡിസ്പോസ് ആവും, അല്ലെങ്കിൽ വിൻഡോ ക്ലോസ് ആവും. ദെൻ സെറ്റ് സൈസ്, ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക. ദെൻ ലേഔട്ട്, വിസിബിലിറ്റി ഒക്കെ സെറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡോനെ ക്ലോസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇവൻ്റ് ആണ്.